ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ബുക്ക് ഹൗസ്. ലെറ്റ്സ് ഓപ്പൺ ആ ബുക്ക്. നമ്മൾ ഇന്നൊരു വർക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നെവർ ലെറ്റ് മീ ഗോ ബൈ കാസുവോ ഇഷിക്രോ. അതിൻ്റെ ഒരു പ്ലോട്ട് സമ്മറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നെവർ ലെറ്റ് മീ ഗോ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് സെറ്റ് ഇൻ ഇംഗ്ലണ്ട്. 1990s ഇംഗ്ലണ്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നറേറ്റ് ചെയ്യുന്നത് കാത്തി എച്ച് എന്ന് പറയുന്ന ഒരു ആളെയാണ് നമ്മൾ നറേറ്ററായിട്ട് കാണുന്നത്. ഈ കാത്തി എച്ച് എന്ന് പറയുന്നത് ഹെയിൽഷാമിലെ ഒരു ഫോമർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ അവരൊരു കെയറായിട്ട്, ഒരു കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആർക്കാണ് ഇവർ കെയർ കൊടുക്കുന്നത്? അതായത് ഈ ഓർഗൻസൊക്കെ ഡൊണേറ്റ് ചെയ്ത ആൾക്കാർക്ക് ആ ഒരു പ്രോസസ്സിന് ശേഷം അവരുടെ ഹെൽത്തൊക്കെ റിഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെയർ ടേക്കറായിട്ട്, ഒരു കെയറായിട്ടാണ് നമ്മുടെ നറേറ്റർ കാത്തി എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാത്തിയാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത്. ഈ നോവൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഐഡിയലിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഹെയിൽഷാം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇവിടെ കുറേ ഫുട്ബോൾ ഫീൽഡ്സ് ഉണ്ട്, കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവിടുത്തെ ഗാർഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൈൻഡാണ്. ആരെപ്പോലെ അവിടുത്തെ കുറച്ച് ഗാർഡിയൻസിനെ നമ്മളെ എന്ത് ചെയ്യാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മിസ് ജെറാൾഡൈൻ, മിസ് ലൂസി, മിസ് എമിലി എന്ന് പറയുന്നത് ഹെഡ് മിസ്ട്രസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെയാണ് അവിടുത്തെ ഗാർഡിയൻസ് എന്ന് പറയുന്നത്. ഇവരൊക്കെ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ വളരെ ഐഡിയലിക് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് ഹെയിൽഷാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ കാത്തി എന്ത് ചെയ്യാണ്, രണ്ടാൾക്കാർ, റൂത്ത് എന്നും ടോമി എന്നും പറയുന്ന രണ്ട് ആൾക്കാരുമായിട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നതാണ്. ഇതിൽ ടോമി ആണെങ്കിൽ ഫെല്ലോ സ്റ്റുഡൻസിൻ്റെ ഒരു ഫോമർ ഹെഡൊക്കെ ആയിരുന്നു. മറ്റേ ആൾ റൂത്ത് ആണെങ്കിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ബോയ് ആണ് റൂത്ത് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ആർട്ട് ക്ലാസ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടോമിയെ മിക്കവാറും എല്ലാവരും വഴക്ക് പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഫെല്ലോ സ്റ്റുഡൻസൊക്കെ വഴക്ക് പറയാറുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരുടെ മാഡം സെലക്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ആർട്ട് ഗാലറി ഉണ്ട്. അപ്പോൾ അവിടെ പിള്ളേർ എന്ത് ചെയ്യണം, പടങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രദർശിപ്പിക്കണം. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര റെയറായിട്ട് മാത്രമാണ് അവിടെ ആ ഒരു സ്പെഷ്യൽ ആർട്ട് ഗാലറിയിൽ വർക്ക്സൊക്കെ പ്ലേസ് ചെയ്യാറുള്ളായിരുന്നു. അതുകൊണ്ട് മാഡം പറഞ്ഞേൽപ്പിച്ച കാര്യമില്ല ഇങ്ങനെ ചെയ്യണം എന്ന്. അപ്പം സ്റ്റുഡൻസൊക്കെ വിചാരിക്കുന്നത് ഇവരാണ് ഹെഡ് ഓഫ് ദി സ്കൂളിൽ നിന്നാണ്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ചെയ്യാത്തതിന് ഫെല്ലോ സ്റ്റുഡൻസൊക്കെ ഇവനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടുത്തെ പിള്ളേർ എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരിങ്ങനെ ആർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതും, അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ചെറിയ സെയിലുകളിൽ, പീരിയോഡിക് സെയിലുകളിൽ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വിൽക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്ന ഒരു പീരിയോഡിക് സെയിലിൽ നമ്മുടെ കാത്തി, ഒരു സ്ത്രീ, അവരുടെ പേര് ജൂഡി ബ്രിഡ്ജ് വാട്ടർ എന്നാണ്, അവരുടെ അടുത്തു നിന്ന് ഒരു കാസറ്റ് ടേപ്പ് വാങ്ങുകയാണ്. ആ കാസറ്റ് ടേപ്പിനകത്ത് ഉണ്ടായിരുന്ന ഒരു പാട്ടിൻ്റെ ടൈറ്റിലാണ് നെവർ ലെറ്റ് മീ ഗോ എന്ന് പറയുന്നത്. ഈ ഒരു പാട്ട് നമ്മുടെ കാത്തിയുടെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസിനെയൊക്കെ സ്റ്റിറപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാഡം ഉണ്ടല്ലോ, അവരൊരു ദിവസം നോക്കുമ്പോൾ കാത്തി റൂമിൽ നിന്നിട്ട് ഈ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുകയാണ്. അതായത് കയ്യിലൊരു കുഞ്ഞിനെ വെച്ചിട്ട് എന്ന പോലെ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ഇവർ കാണുകയാണ്. ഇവരിങ്ങനെ കണ്ട ഉടനെ എന്ത് ചെയ്യാണ്, ഇവർ പെട്ടെന്ന് കരയുകയാണ്. കരയുമ്പോൾ ഇവൾക്ക് ആദ്യം മനസ്സിലാവുന്നില്ല ഇവരെന്തിനാണ് കരയണതെന്ന്. പിന്നീടാണ് ഇവൾക്ക് മനസ്സിലായത് ഇവർക്ക് കുട്ടികളുണ്ടാവാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവളിങ്ങനെ കയ്യിലൊരു കുട്ടീനെ വെച്ചിരിക്കുന്നു എന്ന പോലെ എന്ത് ചെയ്തത്, ഇങ്ങനെ വെച്ചിട്ട് ഡാൻസ് ചെയ്തപ്പോൾ ഇത് കണ്ടിട്ട് ഇവർക്ക് വിഷമമായത് എന്നൊക്കെ ഇവൾ പിന്നെ അറിയാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ, ഹെയിൽഷാമിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ദേ ലേൺ ദാറ്റ് ദേ ആർ ക്ലോൺസ്. വേറൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വളർന്നു കഴിയുമ്പോൾ ഇവർ ഈ ഹെയിൽഷാം വിട്ടു പോയിട്ട് ട്രെയിനിങ് കിട്ടുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്? ഒന്നെങ്കിൽ കെയറേഴ്സ് ആവാൻ വേണ്ടിയിട്ട്, പിന്നീട് എന്താവാൻ വേണ്ടിയിട്ട്, ഡോണേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. അതായത് ഇവർ വളർന്നു കഴിഞ്ഞാൽ ഇവർ ആരായി മാറും? ഡോണേഴ്സും കെയറേഴ്സുമായി മാറും. ഡോണേഴ്സ് എന്ത് ചെയ്യും? അവരുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യും. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് നോൺ ക്ലോൺഡ് ഹ്യൂമൻസ്. അതുപോലെ ഈ കെയറേഴ്സ് ആവുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഒരു ഡിഫിക്കൽട്ട് സർജറിയുടെ സമയത്ത് ഈ ഡോണേഴ്സിന് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ കുറേ ഗാർഡിയൻസ് ഉണ്ടെന്ന്. അതിലാദ്യമേ നമ്മൾ പറഞ്ഞ ഒരാളാണ് മിസ് ലൂസി ഹെയിൽഷാമിലെ വേറൊരു ഗാർഡിയനാണ്. ഒരിക്കൽ ടോമി ചെറുതായിരിക്കുമ്പോൾ ടോമിയോട് ഇവർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആർട്ട് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന എക്സസൈസസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഡു നോട്ട് റിയലി മാറ്റർ എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ അവിടെ കൂടിയിരിക്കുന്ന, അസംബിൾ ചെയ്തിരിക്കുന്ന ഹെയിൽഷാം സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾ ലൈഫിലെ ഹാർഡ് റിയാലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആവണം എന്ന് പറയുകയാണ്. ഏതാണ് ആ ഹാർഷ് റിയാലിറ്റീസ് എന്ന് പറഞ്ഞാൽ?
ഓഫ് ദെയർ കെയറിങ് ആൻഡ് ഡൊണേറ്റിംഗ് ലൈഫ്. ഒന്നുകിൽ കെയറേഴ്സായി മാറുക, അല്ലെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ലൂസി ഒരിക്കൽ കുട്ടികളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞില്ലെങ്കിൽ തന്നെയും കുട്ടികൾക്ക് ഇതെല്ലാം ഓൾറെഡി അറിയാം. അവരുടെ വിധി ഇങ്ങനെയാണ് എന്ന് പിള്ളേർക്കൊക്കെ ഓൾറെഡി അറിയാം. അപ്പോൾ അവർ അത് ഭയങ്കര സെറൈനായിട്ട് അത് അംഗീകരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഷോക്കൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി അറിയാം അവരിങ്ങനെയൊക്കെയാണ് ആവാൻ പോകുന്നതെന്ന്. ഇവർക്ക് പക്ഷേ ഷോക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം ഈ ഹെയിൽഷാം ഫാക്കൽറ്റി വിട്ടിട്ട് നമ്മുടെ മിസ് ലൂസി എങ്ങോട്ടോ പോവുകയാണ്. മിസ് ലൂസിക്ക് അവരുടെ ആ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ്സിനോട് ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. എന്താണ് ആ അബ്സ്ട്രാക്ട് മെത്തേഡ്? അതായത് അവരുടെ ഓർഗൻസൊക്കെ എന്ത് ചെയ്യും, വെറുതെ ഇങ്ങനെ ഇവഞ്ച്വലി അവർ ഓർഗൻസൊക്കെ ഡൊണേറ്റ് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യാണ്, അവരുടെ ആർട്ടിനെയും അവരെന്ത് ചെയ്യാണ്, ഗീവ് അവേ ചെയ്യാണ്. അവരുണ്ടാക്കുന്നു, വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ആ ഒരു ഐഡിയയോട് അവർക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഏത് മെത്തേഡ്? ദാറ്റ് ഈസ് ലേണിംഗ് ടു ഗീവ് അവേ ആർട്ട് ദ വേ ദേ വിൽ ഇവഞ്ച്വലി ഗീവ് അവേ ദ ഓർഗൻസ് കൊടുക്കുന്ന പോലെ ആർട്ടും കൊടുക്കുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പോവുകയാണ്. അതുപോലെ തന്നെ സ്കൂളുകാരെന്ത് ചെയ്യും, ഈ കുട്ടികളോട് അവരുടെ വിധിയെപ്പറ്റി, അവരുടെ വളർന്നു കഴിഞ്ഞാൽ എന്താണ് ആവാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫോം ചെയ്യുമായിരുന്നു. ദ സ്കൂൾ യൂസസ് ടു ഇൻഫോം ദ ക്ലോൺ സ്റ്റുഡൻസ് ഓഫ് ദെയർ ഫേറ്റ്സ്. ഇനി നമ്മൾ കാണുന്നത് ലാസ്റ്റ് ഇയറിൽ ടോമിയും റൂത്തും ഒരു കപ്പിളായിട്ട് മാറുന്നതാണ്. അവർ സ്കൂൾ വിട്ടിട്ട് കോട്ടേജിൽ താമസിക്കാൻ തുടങ്ങുന്നുണ്ട്. അവരവിടെ കുറേ വായിക്കുന്നുണ്ട്. ആൻഡ് ദേ പെർസ്യൂ ദെയർ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്. ഫർദറായിട്ട് ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കിനി അവരുടെ ട്രെയിനിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള സമയമായി. കെയറർ അല്ലെങ്കിൽ ഡോണർ ആവാനുള്ള ആ ഒരു ട്രെയിനിങ്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ഈ ഫ്രണ്ട്സ്, ഇവർ രണ്ടുപേരും, ഈ കപ്പിളും പിന്നെ കാത്തിയും, ഈ ഫ്രണ്ട്സും പിന്നെ നേരത്തെ കോട്ടേജ് സ്റ്റുഡൻസ് ആയിരുന്ന ഫോമർ കോട്ടേജ് സ്റ്റുഡൻസാണ് ക്രിസിയും റോഡ്നിയും, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഒരു വീക്കെൻഡ് ട്രിപ്പാണ് ടു നോർഫോൾക്ക്. ഇങ്ങനെ പോകാനൊരു കാരണം എന്ന് വെച്ചാൽ റോഡ്നി വിശ്വസിക്കുന്നത് അവിടെ പോയിട്ട് നമ്മുടെ റൂത്തിനൊരു പോസിബിൾ ക്ലോൺ പാരൻറ്റിനെ അവിടെ നിന്ന് കിട്ടും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ആ ട്രിപ്പ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല അവർക്ക്. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ റൂത്തിനൊരു പോസിബിൾ ക്ലോൺ പാരൻറ്റിനെ കണ്ടുപിടിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഇൻ ഫാക്ട് റൂട്ട്സ് ഒറിജിനൽ. അപ്പോൾ റൂത്തിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് റൂത്ത് അവരോട് പറയാണ്, എനിക്ക് ഓൾറെഡി ഒരു കാര്യം അറിയാം. അതായത് നമ്മുടെ ക്ലോൺ ഉണ്ടല്ലോ, നമ്മുടെ ക്ലോൺ ഒറിജിനൽസ്, അവർ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ദേ ആർ ടേക്കൺ ഫ്രം ദ ലോവസ്റ്റ് ഡ്രഗ്സ് ഓഫ് ദ സൊസൈറ്റിയുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ജീവിത നിലവാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളവരാണ് നമ്മുടെ ക്ലോൺ ഒറിജിനൽസ് എന്ന് ഉള്ള കാര്യമൊക്കെ അവൾ പറയുന്നുണ്ട്. ഒരു ദിവസം നോർഫോക്കിലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് സ്റ്റോറിൽ വെച്ചിട്ട് നമ്മുടെ കാത്തിയും ടോമിയും ഒരു സാധനം കണ്ടെത്തുകയാണ്. അതായത് നമ്മുടെ കാത്തിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ജെറ്റ് ബ്രിഡ്ജ് വാട്ടർ കാസറ്റ്, ആ പാട്ടൊക്കെ ഉണ്ടായിരുന്ന ആ കാസറ്റില്ലേ, അത് അവൾ എവിടെയോ മിസ്പ്ലേസ് ചെയ്തു പോയി. അപ്പോൾ അതൊരിക്കലും കിട്ടത്തില്ല എന്ന് അവൾ വിചാരിച്ച് അതിൻ്റെ ഒരു എക്സാക്ട് കോപ്പി ഇവിടെ നിന്ന് അവൾക്ക് കിട്ടുന്നുണ്ട്. അത് സെയിം എക്സാക്ട് കോപ്പി അല്ല, പക്ഷേ അതിൻ്റെ ഒരു ക്ലോൺ കോപ്പി പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ കാത്തി ഇങ്ങനെ വണ്ടർ ചെയ്യുന്നുണ്ട്. അതായത് ഈ നോർഫ്ലോക്ക് എന്ന് പറയുന്നത് ലോസ്റ്റ് കോർണർ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത്. ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന കാര്യം അവൾ ചിന്തിക്കുകയാണ്. അതായത് ഇവിടെയാണ് ആൾക്കാരൊക്കെ വരുന്നത്. അവരുടെ ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് മിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഒരു ക്ലോൺ കോപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ് ഇംഗ്ലണ്ടിലെ ഈ നോർഫോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോസ്റ്റ് കോർണർ ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുകയാണ്. അവളുടെ അവിടെ വെച്ച് കളഞ്ഞു പോയ ആ ഒരു കാസറ്റിൻ്റെ ക്ലോൺ കോപ്പിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അവൾക്കും അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കാത്തിക്ക് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് ഷീ ഈസ് ഇൻ ലവ് വിത്ത് ടോമി. പക്ഷേ ഓൾറെഡി ടോമിയും റൂത്തും തമ്മിൽ റിലേഷൻഷിപ്പിലാണല്ലോ. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ടോമി ഒരു ഡ്രോയിങ് വരയ്ക്കുന്നുണ്ട് ഓഫ് സ്മോൾ ആനിമൽസ്. അത് പറഞ്ഞിട്ട് റൂത്ത് അയാളെ കളിയാക്കുന്നൊക്കെയുണ്ട്. എന്നിരുന്നാൽ പോലും ടോമി റൂത്തുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ടോമി കാത്തിയോട് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാഡത്തിൻ്റെ ഗാലറി ഉണ്ടല്ലോ, അവിടെ സബ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ആർട്ട് വർക്ക് വേണ്ടേ, അപ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്യാൻ ഈ ഡ്രോയിങ് യൂസ് ചെയ്യാം എന്നൊരു ഹോപ്പിലാണ് ഞാനിത് വരയ്ക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സിൻസ് ഹി ഹാസ് എ ന്യൂ തിയറി, ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെയിൽഷാമിലെ സ്റ്റുഡൻസിന് ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അവർ വളർന്നു കഴിയുമ്പോൾ ഒന്നുകിൽ കെയറേഴ്സ് ആവും അല്ലെങ്കിൽ ഡോണേഴ്സ് ആവും. ഇതിൽ നിന്ന് തങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ മാത്രം
അവരൊരു ലവിങ് റിലേഷൻഷിപ്പിലാണ് എന്ന് പ്രൂവ് ചെയ്താൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും. അങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഹെഡായിട്ടുള്ള ആ മാഡത്തിന് എങ്ങനെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത്? അതായത് നമ്മൾ വരയ്ക്കുന്ന ആ പിക്ചർ നമ്മുടെ പാർട്ട്ണർ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളുടെ പിക്ചറുമായിട്ട്, ഡ്രോയിങ്ങുമായിട്ട് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവരൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെന്ന് അവർ മനസ്സിലാക്കുകയും ഈ ഒരു പ്രോസസ്സിൽ നിന്ന് അവരെ മാറ്റി നിർത്തി കൊടുക്കുകയും ചെയ്യും. ഈ ഒരു ഐഡിയ റൂത്തിന് ഭയങ്കര റെഡിക്കുലസ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും കാത്തിയും റൂത്തും ടോമിയും എന്ത് ചെയ്യാണ്? പിന്നീട് ആ കോട്ടേജുകൾ വിട്ടുപോയിട്ട് പിന്നീട് അവർ കെയറേഴ്സായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം കാത്തി നമ്മുടെ റൂത്തിൻ്റെ കെയറർ ആവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് ഫീൽഡിൽ ഒരു ബോട്ട് അബാൻഡൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോട്ട് കാണാൻ വേണ്ടിയിട്ട് ടോമിയും കാത്തിയും റൂത്തും കൂടെയൊക്കെ ഒരു ഔട്ടിങ് പോവുകയാണ്. ആ ഒരു ട്രിപ്പിൻ്റെ സമയത്ത് റൂത്ത് ടോമിയോടും കാത്തിയോടും ക്ഷമ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതായത് ടോമിയും കാത്തിയും മാറ്റി നിർത്തിയതിന് റൂത്ത് അവരോട് ക്ഷമ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് റൂത്ത് ഇവരോട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് കാത്തിയോട് പറയുന്നത്, നീ ടോമിയുടെ കെയറർ ആവ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും മാഡത്തിന് നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി അപേക്ഷ കൊടുക്കാമല്ലോ എന്നൊക്കെ പറയും നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റൂത്ത് കാത്തിക്കും ടോമിക്കും മാഡത്തിൻ്റെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളുടെ ആ ഒരു സെക്കൻഡ് ഡൊണേഷനും കഴിയുന്നുണ്ട്. ആ സെക്കൻഡ് ഡൊണേഷന് ശേഷം അവൾ മരിച്ചു പോകുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് റൂത്ത് മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ പോലെ കാത്തിയും ടോമിയും ലവേഴ്സ് ആവുന്നുണ്ട്. കുറച്ച് നാളിന് ശേഷം അവർ മാഡത്തിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു സീസൈഡ് ടൗണിൽ വെച്ചിട്ട്. അവിടെ മിസ്സസ് എമിലിയുമായിട്ടും അതുപോലെ മാഡവുമായിട്ടും അവർക്കൊരു കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ കോൺവെർസേഷനിലാണ് ഹേൽഷാമിലെ സത്യാവസ്ഥകളെ പറ്റി അവർ സംസാരിക്കുന്നത്. അവിടെ വെച്ച് എമിലി പറയുന്നത് ഈ ഹേൽഷാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തന്നെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു? ടു റിഫോം ഇംഗ്ലണ്ട്സ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഓഫ് ക്ലോൺസ്. ഇംഗ്ലണ്ടിൽ ക്ലോൺസിനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ്, അതിനെ റിഫോം ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ ഹേൽഷാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന കാര്യം അവിടെ വെച്ചിട്ട് അവർ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ ഫണ്ടിൻ്റെ അഭാവം മൂലം ഈ ഹേൽഷാം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഷട്ട് ഡൗൺ ആയിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലവ്ഡ് വൺസിനെ, പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാരെ ഈ ഒരു ഇതിൽ നിന്ന് ഒഴിവാക്കും എന്നാണല്ലോ ഇത്രയും നാൾ നമ്മൾ അറിഞ്ഞിരുന്നത്. ആ ഒരു ഡിഫീറൽ പ്രോസസ്സ് സത്യത്തിൽ റിയലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കുറേ നാളായിട്ടുള്ള ഒരു റൂമർ ആയിരുന്നു. പക്ഷേ അത് സത്യം തന്നെ ആയിരുന്നു. അങ്ങനെ പ്രണയിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു സാധനമൊന്നും ശരിക്കും ഇല്ല, അതൊക്കെ വെറുതെ പറയണേ എന്നുകൂടി എന്ത് ചെയ്യാണ് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇവർ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ടോമിയുടെ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ഫീൽഡിൽ നിർത്തിയിട്ട് അയാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അതായത് കാത്തിയുമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചാലും അയാൾക്ക് അതിന് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു ഭയങ്കര ഫ്രസ്ട്രേഷനിലാണ് അയാളുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് ടോമി അയാളുടെ 4ാമത്തെ ഡൊണേഷന് ശേഷം എന്ത് ചെയ്യുന്നതാണ്? മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാത്തി ഇത്ര നാൾ കെയറർ ആയിരുന്നു, അവിടെ നിന്ന് മാറി കാത്തിയുടെ ജോലി എന്തായി? ഇപ്പോൾ ഡോണറായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ നോവലിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് കാത്തി എന്ത് ചിന്തിക്കുന്നതാണ് കാണുന്നത്? അവൾക്ക് ആരെയൊക്കെ നഷ്ടപ്പെട്ടു? റൂത്തിനെ നഷ്ടപ്പെട്ടു, ടോമിയെ നഷ്ടപ്പെട്ടു, ആ ഹേൽഷാം എന്ന് പറയുന്ന അവളുടെ കമ്മ്യൂണിറ്റിയെ നഷ്ടപ്പെട്ടു. എല്ലാത്തിനെയും നഷ്ടപ്പെട്ടാലും അവൾക്ക് കുറേ മെമ്മറീസ് ഉണ്ട്. ഷീ വിൽ ഓൾവേസ് ഹാവ് മെമ്മറീസ്. ആരുടെയൊക്കെ മെമ്മറീസ്? ഓഫ് ദീസ് പീപ്പിൾ ആൻഡ് പ്ലേസസ്. അതൊരിക്കലും അവളെ വിട്ടു പോവില്ല. വിച്ച് ഷീ ഡസ് നോട്ട് വറി അബൌട്ട് ലൂസിങ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവൾക്ക് പേടിയില്ല. സിൻസ് ദേ റിമൈൻ വിവിഡ് ടു ഹർ. അതെപ്പോഴും അവൾക്ക് വളരെ വിവിഡായിട്ട് തന്നെ ആ ഓർമ്മകൾ അവളുടെ കൂടെ കാണും എന്നവൾ ആശ്വസിക്കുന്നിടത്താണ് ഈ ഒരു വർക്ക് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.